എല്ലാവർക്കും നമസ്കാരം. ലണ്ടൻ ലിറ്റിൽ ഹാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് തക്കാളി ചട്നി. ചട്നി തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ റോസ്റ്റഡ് ചനാദാൽ കടലപ്പരിപ്പ്, കടുക് താളിക്കാനായിട്ട് ഉഴുന്നുപരിപ്പ്, വറ്റമുളക്, കറിവേപ്പില, കടുക് എടുത്തിട്ടുണ്ട്. അടി കട്ടിയിട്ടുള്ളൊരു പാൻ എടുക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, അതോടൊപ്പം വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴണ്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുക്കുക. നല്ലൊരു കളറൊക്കെ മാറി വരുന്നവരെ വഴറ്റി. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരികടല ഇട്ട് കൊടുക്കാം. പൊരികടല ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ദഹി മിർച്ചി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലതായിട്ട് ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കളർ മാറിയത് കണ്ടില്ലേ. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ച് വയ്ക്കാം. ഇത് നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി ഡൈലൂട്ടാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. ഇത് രണ്ട് പൊട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ നമുക്ക് വറ്റമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഈ താളിപ്പ് നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നിയുടെ മേലിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ? ഈ ചട്നി നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇതിനും കൂടെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.